ഹായ് 120 ഹെർട്സിന്റെ കർവ്ഡ് ഡിസ്പ്ലേക്ക് ആയിട്ട് ഒരു അടിപൊളി ഫോൺ റിയൽമി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി 10 Pro Plus 5G ആണ്. ഈ ഒരു ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആർക്കെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ മെയിൻ ഇത് തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ. ഇതിന്റെ ഡിസ്പ്ലേ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. നല്ല ലുക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 2.3 mm നാരോ ചിന്നൊക്കെയാണ്. കണ്ടോ, ഇതിന്റെ താഴത്തെ വശമൊക്കെ വളരെ ചെറുതാണ്. S22 അൾട്ര വരെ ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് വളരെ നൈസ് ആയിട്ടുള്ള ഒരു ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാര്യം. 93.65 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. 10 ബിറ്റ് കളർ ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഐ പ്രൊട്ടക്ഷൻ ഒക്കെ അടക്കം ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ ഒക്കെ നിങ്ങൾക്ക് ഫുൾ HD കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. വിഷ്വൽ ക്വാളിറ്റിയും ഭംഗിയായിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. നല്ല ക്വാളിറ്റി സൗണ്ട് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിതിൽ 1-2 സിനിമയൊക്കെ കണ്ടു നോക്കി. അതിന്റെ ഒപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനൊന്നും വലിയ തകരാറില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മൊത്തത്തിൽ നല്ല ഒന്നാം തരം ഡിസൈൻ ആയിട്ടുണ്ട്. 173 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ്. അതേപോലെ തന്നെ 7.78 mm സൂപ്പർ സ്ലിം ഡിസൈനും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. സോ അപ്പൊ ഡിസൈനും ഡിസ്പ്ലേയും രണ്ടും നോക്കുമ്പോൾ രണ്ടും ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ സംഗതി അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതായത് ഇതിന്റെ റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്, പോളികാർബണേറ്റ് ആണ്, ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കൊക്കെ വിശ്വാസമുള്ള നമ്മുടെ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആ സംഭവമില്ല. പകരം ഇതിനകത്ത് AGC DT Pro പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരുതരം പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംഗതി എന്തായാലും പ്രൊട്ടക്ഷൻ ഉണ്ടായാൽ മതി. എങ്കിലും ഗൊറില്ല ഗ്ലാസ് ഒന്നും വരുന്നില്ല. പിന്നെ പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാം. അത് അത്ര ഒരു സുഖമായിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല. പിന്നെ ഈ ക്യാമറ മോഡ്യൂളും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഈ ഒരു ഭാഗത്ത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 1080 എന്ന് പറയുന്ന നല്ലൊരു പ്രൊസസ്സറാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും Android 13 അടക്കമാണ് വരുന്നത്. സോ സ്പെക്ക് വൈസ് ഇത് ഗംഭീരമായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഡീസന്റ് ആയിട്ടൊരു ഗെയിമിംഗ് ഒക്കെ ഇതിനകത്ത് പോസിബിൾ ആണ്. മുമ്പത്തെ Realme 9 Pro Plus Dimensity 920 അതിൽ നിന്ന് വരുമ്പോൾ വലിയ കാര്യമായ വ്യത്യാസമൊന്നും പറയാനില്ല. എങ്കിലും പുതിയ UI Android 13 അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അപ്ഗ്രേഡ് എന്ന് പറയാം. അതല്ലാണ്ട് ഇപ്പോൾ പ്രൊസസർ വൈസ് പെർഫോമൻസ് വൈസ് ഭയങ്കരമായ ഒരു ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കേണ്ട. ഒരു ഡീസൻ്റ് ആയ ലെവലുള്ള പെർഫോമൻസ് ഉണ്ട്. എങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി പെർഫോമൻസ് ആണെന്ന് ചോദിച്ചാൽ ഇത് Realme UI 4.0 ആണ്, പുതിയ വെർഷനാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. ചെറിയ ലാഗൊക്കെ എനിക്ക് ഇതിൻ്റെ UIയിൽ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഫിക്സ് ആവുമായിരിക്കാം. എന്തായാലും യൂസർ എക്സ്പീരിയൻസിൽ ഞാൻ അത്ര കണ്ടങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എന്നാലും അത് പുതിയ UI ആയതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, ഇതിലുള്ളത് അങ്ങനെ ഒരു അവസ്ഥയാണ്. ചെറിയ ലാഗൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് Realme എന്ന ബ്രാൻഡിനെ വിശ്വാസമാണെങ്കിൽ വിശ്വസിക്കാം, വരും ദിവസങ്ങളിൽ അത് ഫിക്സ് ആവുമെന്ന്. ഇനി Realme UI 4.0 എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൺട്രോൾ സെന്റർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു വ്യത്യസ്തമായ രീതിയിൽ വലിയ തരത്തിലുള്ള ടൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഫോൾഡറൊക്കെ നമുക്ക് വലിയ ഫോൾഡറുകൾ വേണമെങ്കിലും ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ. ഇതിനെക്കുറിച്ച് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ പുതിയ UI ഇതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഒരു പുതിയ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഓവറോൾ പെർഫോമൻസിൽ ഗെയിമിംഗിൽ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും വന്നില്ല. ടോട്ടലി ഗെയിമിംഗ് പെർഫോമൻസ് ഒരു ഡീസന്റ് ലെവലിലുണ്ട്. ഓവറോൾ ഒരു UI ലാഗ് മാത്രമാണ് പെർഫോമൻസിൽ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ ഫിക്സ് ആവുമായിരിക്കാം. പിന്നെ 8GB റാമിന്റെ ഒപ്പം 8GB ഡൈനാമിക് റാം, അതായത് സ്റ്റോറേജിൽ നിന്ന് റാം എടുത്ത് ആഡ് ചെയ്യുന്ന ആ സംഗതി കൂടി ഉൾപ്പെടുമ്പോൾ ഒരു 16GB റാമിന്റെ ഫോൺ പോലെയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നൊക്കെ കമ്പനി പറയുന്നു. അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 108 മെഗാപിക്സലിന്റെ സാംസങ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പ്രോ ലൈറ്റ് ക്യാമറ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഹൈപ്പർ ഷോട്ട് ഇമേജ് ആർക്കിടെക്ചർ എന്ന് പറയുന്നു. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡ് 3.0 എന്ന് പറയുന്നു. ഇങ്ങനെ പല സംവിധാനങ്ങൾ ഇവർ പറയുന്നുണ്ട്. റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടെ കാണാം. ഇതാണ് മെയിൻ ക്യാമറയുടെ ഡേ ലൈറ്റിലെയും ആർട്ടിഫിഷ്യൽ ലൈറ്റിലെയും ഒക്കെ ഇമേജ് ക്വാളിറ്റി. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് മതിയോ? നന്നായിട്ടുണ്ടോ? ഇത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഇമേജുകൾ തന്നെയാണ് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഇമേജുകളുടെ കാര്യത്തിൽ തരുന്നത്. സോ ഫോട്ടോസിന് ഈ ഫോൺ എന്തായാലും കൊള്ളാം. മെയിൻ ക്യാമറ നന്നായിട്ടുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡേ ലൈറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും നമുക്ക് നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഡീസൻ്റ് ആയിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ ഒരു കുറവായിട്ട് നമ്മുടെ 9 Pro Plusലൊക്കെ സോണി OIS ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അത് മിസ്സിംഗ് ആണ്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. പ്രത്യേകിച്ചും അതിൻ്റെ അപ്ഡേഷൻ എന്ന രീതിയിൽ പുതിയ ഫോൺ വരുമ്പോൾ അതൊക്കെ വേണമായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ച് കാണും. സോ ഇമേജുകൾ എന്തായാലും നല്ല റിസൾട്ടാണ്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ HD വീഡിയോ നിങ്ങൾ ഇതാ ഇവിടെ കാണുന്ന പോലെ ഡേ ലൈറ്റിൽ നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. സ്റ്റെബിലൈസേഷനും EIS ആണ്, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ല.
ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഫുൾ HD വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, എല്ലാ സിറ്റുവേഷനും നമുക്ക് യൂസബിൾ ആണ്. പക്ഷേ അത് ഒഴിച്ചു നിർത്തിയാൽ, മെയിൻ ക്യാമറയുടെ ഫുൾ HD ഒഴിച്ചു നിർത്തിയാൽ, മെയിൻ ക്യാമറ 4Kയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിലും സ്റ്റെബിലൈസേഷൻ ഇല്ല. വിറക്കിയാണ് ഫോൺ. കണ്ടോ, നിങ്ങൾക്ക് ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം വിറയ്ക്കുന്ന തരത്തിലാണ്. അതായത് സ്റ്റെബിലൈസേഷൻ ഒട്ടും തന്നെ ഇല്ല. സെൽഫി വീഡിയോയും സെയിം അവസ്ഥയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്റ്റെബിലൈസേഷൻ ഇല്ല. സോ അപ്പോൾ ഇത് രണ്ടും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ക്യാമറ പിന്നെ നല്ലതാണ് എന്ന് പറയാനുള്ള ഒരു മടിയുണ്ട്. പക്ഷേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫുൾ HD മെയിൻ ക്യാമറ വീഡിയോയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള വീഡിയോസിൻ്റെ കാര്യമാണ് എനിക്ക്, സെൽഫി വീഡിയോ ഒക്കെ ആണ് എനിക്ക് അത്ര തൃപ്തിയാവാത്തത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. പിന്നെ ഇതിൻ്റെ ക്യാമറ റിവ്യൂ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ സാമ്പിളുകൾ ഒരുപാട് വേണം, ക്യാമറ വീഡിയോ സാമ്പിൾസ് ഒരുപാട് കാണണമെന്നുണ്ടെങ്കിൽ ഐക്കണിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ കണ്ടു നോക്കുക. ഒരുപാട് ക്യാമറ സാമ്പിളുകളും വീഡിയോ സാമ്പിളുകളും എല്ലാം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ബാറ്ററി ചാർജിംഗ് ഒന്നും വിഷയമില്ല. 5000 mAh ബാറ്ററി ഉണ്ട്, 67 വാട്ടിൻ്റെ ചാർജിംഗ് ഉണ്ട്, 40-50 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ചാർജ് ആവും. ബാറ്ററി ലൈഫിലും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടി. 5G ബാൻഡുകളൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, അതും വിഷയമില്ല. സാർ വാല്യൂ 1.168 ആണ്, ഹെഡ് സാർ വാല്യൂ, ബോഡി സാർ വാല്യൂ 0.544 ആണ് വരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ അൺബോക്സിംഗ് ഓവർ ഒന്നും കാണിച്ചില്ല, ക്യുക്കായിട്ടൊന്ന് കാണിക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കേസ്, സിം ടൂള്, ഡോക്യുമെന്റേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചിരിക്കുന്നുണ്ട് മുകളിൽ തന്നെ. പിന്നെ അതിനകത്ത് ഫോണാണ് അടുത്തതായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ ടൈപ്പ് C കേബിളും ചാർജറും കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷേ 80 വാട്ടിന്റെ ചാർജർ അവർ വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ബോക്സ് കണ്ടന്റ്. ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ താഴെ സിം സ്ലോട്ട്, അതേപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പ് സൈഡിൽ സ്പീക്കർ ഗില്ല്, അതേപോലെ തന്നെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ കർവ്ഡ് ഡിസ്പ്ലേയുമാണ് വരുന്നത്. സെൻട്രൽ അലൈൻഡ് പഞ്ച് ഹോൾ ആണ് സെൽഫി ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടലി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. സോ അപ്പോൾ ഇതിന്റെ ഡിസൈൻ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഞാൻ പറഞ്ഞു. ടോട്ടലി ഈ ഒരു ഫോൺ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 Pro Plus ഉള്ള ആൾക്കാർ, ഇതിന്റെ മുൻപത്തെ വേർഷൻ കയ്യിലുള്ള ആൾക്കാർ ഈ ഒരു വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ഈ കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന പുതിയ എക്സ്പീരിയൻസ് ആണ്. അതല്ലാതെ ബാക്കിയെല്ലാം കൊണ്ടും അതും നല്ല ഫോൺ തന്നെയാണ്. സോ നിങ്ങൾ ഈ കർവ്ഡ് ഡിസ്പ്ലേ എന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവാനില്ല. അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. പുതിയ ഫോൺ എടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് ഇത് നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ 1-2 പ്രശ്നങ്ങൾ, ബാക്കി ഈ ഫോൺ നന്നായിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഞാൻ ഓക്കെയാണ് ഈ ഫോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഇപ്പോഴേക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ഫസ്റ്റ് കമൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇതിൻ്റെ പ്രൈസും പർച്ചേസ് ലിങ്കും ഒക്കെ. ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.